അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി അടുത്ത പരീക്ഷ താരീഖാണ്. താരീഖിൻ്റെ മുൻവർഷ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം 2024 താരീഖിൻ്റെ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. ശരി നൽകാനാണ്. 1. ജാഫർ ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. ഉത്തരം ആയിഷ ബീവി. ആയിഷ ബീവി നബിൻ്റെ ഭാര്യയാണെന്ന് നമുക്കറിയാം അല്ലേ. പിന്നെ അസ്മാവ് ബീവി. അപ്പോൾ ഏതാ ശരി? അസ്മാവ് ബീവിയാണ് ശരി. അടുത്തത് അബൂ സുഫിയാൻ്റെ മകൾ. ഉമ്മു സലമ, ഉമ്മു ഹബീബ. ഏതാ ശരി? ഉമ്മു ഹബീബ. അടുത്തത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യ. റുഖയ്യ ബീവി, ഖദീജ ബീവി. ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ് അല്ലേ. അപ്പോൾ ആരാണ്? ഉത്തരം റുഖയ്യ ബീവിയാണ് ശരി. അടുത്തത് പൂർവ്വവേദം പഠിച്ച പണ്ഡിതൻ. സെയ്ദ് ബിൻ സാബിത്ത്, വറഖത്ത് ബിൻ നൗഫൽ. ഏതാ ശരി? വറഖത്ത് ബിൻ നൗഫൽ. ജബൽ നൂറിലാണ് ഹിറാ ഗുഹ, സൗർ ഗുഹ അല്ലേ. ഇതാണ് ശരി, ഹിറാ ഗുഹ. 6. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൻ ഇബ്രാഹിമിൻ്റെ മാതാവ് ആയിഷ ബീവി മാരിയത്തുൽ കിബിത്തിയ. ഏതാ ശരി? മാരിയത്തുൽ കിബിത്തിയ. അടുത്തത് സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചു. സ്ത്രീകളിൽ നിന്ന് ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ച് ഖദീജ ബീവി, സൽമ ബീവി. ഏതാ ശരി? ഖദീജ ബീവി. അടുത്ത 2 വീതം എഴുതാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കൾ. ഞാൻ റിവിഷൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പെൺമക്കളെ പേരും ആൺമക്കളെ പേരും നിർബന്ധമായി പഠിക്കണം. ഇപ്പോൾ ആൺമക്കളെ പേര് ഈ 3 ആണ്, ഈ വട്ടത്തിലിട്ട 3. ഖാസിം, അബ്ദുള്ള, ഇബ്രാഹിം. പെൺകുട്ടികളെ പേര് സൈനബ്, റുഖയ്യ, ഉമ്മുൽ കുൽസൂം, ഫാത്തിമ റളിയല്ലാഹു അൻഹു. ഫാത്തിമ ബീവി നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും ഫാത്തിമ ബീവി. സൈനബ, റുഖയ്യ, ഉമ്മു കുൽസൂം. അപ്പോൾ അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതിൽ നിന്ന് 2 ആളെ പേര് എഴുതാനാണ് വന്നത്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെറുപ്പം മുതലേ വിട്ടുനിന്നു കാര്യങ്ങൾ. എന്തൊക്കെ? അക്രമം, അനീതി എന്നൊക്കെ പഠിച്ചില്ലേ. 3 അതിൻ്റെ ആൻസർ. അക്രമം, അനീതി, ബിംബാരാധന. ഏതൊക്കെ? അക്രമം, അനീതി, ബിംബാരാധന. അടുത്ത ചോദ്യം, ഭയന്ന് വിറച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വാന്തനപ്പെടുത്തിയത് ഖദീജ ബീവി പറഞ്ഞത് എന്താണ്? അങ്ങനെ ഖദീജ ബീവി എന്താ പറഞ്ഞത്? അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവെടിയുകയില്ല. താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നു, പ്രയാസങ്ങൾ തരണം ചെയ്യുന്നു, അവശരെ സഹായിക്കുന്നു, ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നു, അതിഥികളെ ആദരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഏറ്റവും ചെറുതും നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിക്കാൻ കഴിയുന്നതുമായ ഒരു 2 നിർബന്ധമായി നിങ്ങൾ പഠിക്കുക. ഇതെന്തായാലും മുഴുവനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കൂല, കാരണം അത്രയും എഴുതാനുണ്ടല്ലോ. അപ്പോൾ 2 3 നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതുള്ളൂ. ബാക്കിയുള്ളത് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, എന്തൊക്കെയാണ് ഖദീജ ബീവി നബിയോട് പറഞ്ഞത് എന്നുള്ളത്. അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുത്രനായ അബ്ദുള്ളയുടെ ഉപനാമങ്ങൾ. ഇതൊരുപാട് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. ത്വയ്യിബ്, ത്വാഹിർ അല്ലേ. ത്വയ്യിബ്, ത്വാഹിർ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടിയുടെ ഉപനാമങ്ങൾ, ത്വയ്യിബ്, ത്വാഹിർ. അടുത്തത് ഉത്തരം എഴുതാം. ഖുർആനിൽ വന്ന മക്കയുടെ ഉപനാമങ്ങൾ ഏതെല്ലാം? അതെല്ലാവർക്കും അറിയും, വളരെ സിമ്പിൾ ചോദ്യമാണ് അല്ലേ. ഉമ്മുൽ ഖുറ, ബക്ക. പക്ഷെ എഴുതുന്നത് ശ്രദ്ധിക്കണം. ഉമ്മുൽ ഖുറ, ഖുറ യാ കൊണ്ടാണ് എഴുതുക, അവസാനം യാ ഉണ്ടാവും. ബക്ക എന്ന് എഴുതുമ്പോൾ അവസാനം ബക്കത്ത് എന്നാണ് എഴുതുക. ഓക്കെ. അടുത്ത ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതാവ് ആമിന ബീവിയുടെ ഗോത്രം, പിതാവിൻ്റെ പേരും എഴുതുക. അപ്പം ആമിന ബീവിൻ്റെ ഗോത്രം എഴുതണം, പിന്നെ ആമിന ബീവിൻ്റെ ഉപ്പാൻ്റെ പേരും എഴുതണം. അത് 2ാം പാഠത്തിലാണ് പറയുന്നത്. ബനു സുഹ്റ എന്നാണ് ആമിന ബീവിയുടെ ഗോത്രത്തിൻ്റെ പേര്, ബനു സുഹ്റ. ആരാണ് ഉപ്പാൻ്റെ പേര്? വഹബ്. ബനു സുഹ്റ, വഹബ്. ഇനി അടുത്ത ചോദ്യം, ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കിയത് എപ്പോഴാണ്? സംസം എന്ന അത്ഭുത ജലം ഉറവയെടുത്തതോടെ ജുർഹും ഗോത്രക്കാർ മക്കയിൽ വന്ന് താമസമാക്കി. അപ്പോൾ ഇതാണ് കാണാൻ പഠിക്കേണ്ടത്, സംസം എന്ന അത്ഭുത ജലം ഉറവയെടുത്തതോടെ. അടുത്ത ചോദ്യം, മുലകുടി നിർത്തിയതിന് ശേഷം എത്ര കാലമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹലീമ ബിയുടെ കൂടെ ഉണ്ടായിരുന്നത്? 2 വർഷക്കാലം. 2 വർഷം. അതാണ് അതിൻ്റെ ഉത്തരം. അടുത്തത്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ട യഹൂദി പണ്ഡിതൻ എന്താണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞിട്ടുണ്ട് ബഹീറ കണ്ടതും നസ്തൂറ കണ്ടതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ച യഹൂദി പണ്ഡിതൻ കണ്ടത് എന്താണ് പറഞ്ഞത് എന്നാണ്. അപ്പൊ 5-ാം പാഠത്തിലാണ് യഹൂദി പണ്ഡിതൻ പറഞ്ഞത് പറയുന്നത്. എന്താ പറഞ്ഞത്? ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ്. ഈ കുട്ടി തൗറാത്തിൽ പറയപ്പെട്ട അവസാനത്തെ നബിയാണ്. ഇത് യഹൂദി പണ്ഡിതൻ പറഞ്ഞതാണ്. ഇത് 5-ാം പാഠത്തിലാണ്. എന്നാൽ 7-ാം പാഠത്തിലാണ് ഏതുള്ളത്? ബഹീറ എന്തു പറഞ്ഞു, അതുപോലെ നസ്തൂർ എന്തു പറഞ്ഞു എന്നതൊക്കെ 7-ാം പാഠത്തിലുള്ളത്. അതൊക്കെ ഞാൻ റിവിഷൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ അത് പോയി കേൾക്കുക. അടുത്തത് പൂർത്തിയാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി 6 മാസം കഴിഞ്ഞാണ് ആര് വഫാത്തായത്? ഫാത്തിമ ബീവി വഫാത്തായത്. അടുത്ത് നുബുവത്തിന്റെ 6-ാം വർഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്താ ഇസ്ലാം സ്വീകരിച്ചു. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് എഴുതുമ്പോൾ ഇസ്ലാം ആർക്കും തെറ്റില്ല, പക്ഷെ സ്വീകരിച്ചു എഴുതുമ്പോൾ തെറ്റിക്കാറുണ്ട്. അത് തെറ്റാതെ എഴുതാൻ പഠിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഇപ്പോൾ എത്യോപ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഡാഷ്. ഇപ്പോൾ എത്യോപ്യ എന്നറിയപ്പെടുന്ന ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ രാജ്യമാണ് ഹബഷ. ഇവിടെ രാജ്യമാണ്, രാജ്യം എന്ന് എഴുതുമ്പോൾ യാ ഉണ്ടാവും കേട്ടോ. രാജ്യമാണ് ഹബഷത്ത് എന്നാണ് എഴുതുക. ഹബഷത്ത് വായിക്കുമ്പോൾ ഹബഷ എന്നാ വായിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. കുട്ടികളിൽ നിന്നും ആദ്യം ഇസ്ലാം മതം വിശ്വസിച്ചത് അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അടുത്ത് വ്യക്തമാക്കാം. ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ച വർഷം. ഞാൻ പറഞ്ഞിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണത്. ഈ ഭാഗത്തുനിന്ന് വർഷം ചോദിക്കും, അല്ലെങ്കിൽ ആ സ്വഹാബിന്റെ പേര് ചോദിക്കും, അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ ചോദിക്കും. ഒരുപാട് തവണ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് ആ ചോദ്യം. നുബുവത്തിന്റെ 2-ാം വർഷം പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു, 6-ാം വർഷം ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പൊ നുബുവത്തിന്റെ എത്രാം വർഷമാണ്? 2-ാം വർഷം. അടുത്ത ചോദ്യം. ഇഖ്റ എന്ന ആജ്ഞക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയ മറുപടി എന്തായിരുന്നു? മാ അന ബിഖാരിഇൻ. എഴുതാൻ പഠിക്കുക. മാ അന ബിഖാരിഇൻ. എഴുത്ത് ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യം. ഹബശയിലേക്ക് 1-ാമത്തെ ഹിജറ പോയ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും എണ്ണം. ആ 2 യാത്ര, 1-ാം യാത്രയും 2-ാം യാത്രയും, അതിലെ പുരുഷന്മാരും സ്ത്രീകളുടെ എണ്ണം എന്തായാലും പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്. നിർബന്ധമായി പഠിക്കണം. എത്രയാണ്? 10 പുരുഷന്മാരും 4 സ്ത്രീകളും. 10 പുരുഷന്മാരും 4 സ്ത്രീകളും. 10-4 കേട്ടോ. എല്ലാവരും ഓർത്തു വെക്കുക. 10-4. അടുത്തത് പൂരിപ്പിക്കാം. വസബഅത്തുൻ ഡാഷ് ഹും ഖാസിമുൻ സൈനബു ഡാഷ് യാ ഫഹിമു. അപ്പം ഇതിൻ്റെ ഇടയിൽ വിട്ടുപോയത് പൂരിപ്പിച്ചാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. അപ്പോൾ പാഠഭാഗത്തിലല്ലാതെ കുറച്ച് പാട്ടുണ്ട് ഇവിടെ. ഇവിടുന്നാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. വസബഅത്തുൻ ഔലാദുഹു ഹും ഖാസിമു സൈനബു റുഖയ്യ ഫാത്തിമ യാ ഫാഹിമു വ ഉമ്മു കുൽസൂമിൻ വ അബ്ദുല്ലാഹി മിൻ ഖദീജത്തുൽ കുബ്രാ ബിതർതീബിൻ സുകിൻ അതാഹു ഇബ്രാഹിമു മിൻ സരിയ വ ഉമ്മുഹു മാരിയത്തുൽ കിബ്തിയ. അപ്പോൾ ഈ പാട്ട് എല്ലാവരും പഠിച്ചു വെക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.